Hello everyone, welcome to Jupod SSLC. It's me, Nafi. Yes, നിങ്ങൾക്ക് അങ്ങനെ SSLC അഥവാ പുതിയ 10ാം ക്ലാസ്സിലേക്ക് നിങ്ങൾ കടന്നിരിക്കുകയാണ്. എന്താണ് 10ാം ക്ലാസ്സിൻ്റെ അവസ്ഥ? നിങ്ങളുടെ സ്കൂളിലൊക്കെ ചാപ്റ്റേഴ്സ് ഒക്കെ എടുത്തു തുടങ്ങിയോ? നിങ്ങൾ ആദ്യം ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങളുടെ സ്കൂളിൽ ചാപ്റ്റേഴ്സ് ഒക്കെ എടുത്തു തുടങ്ങിയോ? ഏതൊക്കെ സബ്ജക്റ്റിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് എടുത്തു? ചാപ്റ്റേഴ്സ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എങ്ങനെയുണ്ട് ചാപ്റ്റേഴ്സ് ഒക്കെ? 10ാം ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റ് ബുക്കാണ്. ചാപ്റ്റേഴ്സ് ഒക്കെ എങ്ങനെയുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ആദ്യം കമൻറ്റ് ചെയ്യുക. അപ്പോൾ ചാപ്റ്റേഴ്സ് എത്ര ടഫ് ആണെങ്കിലും ഞാൻ ഈ പറയാൻ പോകുന്ന 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ക്ലാസ്സിൽ ടോപ്പർ ആവാം, ക്ലാസ്സിൽ ഫുൾ A+ നേടാൻ പറ്റും. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നത്? അതാണ് ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം 10ാം ക്ലാസ്സിൽ ആർക്കൊക്കെ ഫുൾ A+ നേടാൻ ആഗ്രഹമുണ്ടോ അവർക്കൊക്കെ വീഡിയോ അയച്ചു കൊടുക്കുക. നിങ്ങൾക്ക് എങ്ങനെയാണ് ക്ലാസ്സിൽ ടോപ്പർ ആവാൻ സാധിക്കുക, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാലാണ് ക്ലാസ്സിൽ ടോപ്പർ ആവാൻ സാധിക്കുക, അത് പറയാനാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇറ്റ്സ് മീ നാഫി. യെസ്, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് സംശയമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ nafi.eduport എന്നത് തന്നെ ഇൻസ്റ്റാഗ്രാം പേജാണ്. അത് നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് വെച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയച്ചിട്ടോ. എന്നാൽ ശ്രദ്ധിച്ചോ, നിങ്ങൾ ആദ്യം നോക്കേണ്ടത് ഒന്നാമത് നിങ്ങൾ ഫോൺ നമുക്ക് ഉപയോഗിക്കാതിരിക്കാൻ കഴിയില്ല. പക്ഷേ ഫോണിൻ്റെ ഉപയോഗം നമ്മൾ എന്ത് ചെയ്യണം? കൺട്രോൾ ചെയ്യണം. അല്ല, ഒന്നാമത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? ഫോൺ നമുക്ക് ഒരിക്കലും ഉപയോഗിക്കാതിരിക്കാൻ കഴിയില്ല, കാരണം നമുക്ക് ആവശ്യമുള്ള സാധനമാണ് ഫോൺ. പക്ഷേ നിങ്ങൾ ഫോണിൻ്റെ ഉപയോഗം നിങ്ങൾ എന്ത് ചെയ്യണം? കൺട്രോൾ ചെയ്യണം. അതായത് ഫുൾ ടൈം ഫോൺ നോക്കിയിരിക്കാതെ പഠിക്കുന്ന സമയത്ത് പഠനത്തിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ല. ഇപ്പം നിങ്ങൾ എന്ത് ചെയ്യാണ്? മാത്തമാറ്റിക്സിൽ ഒരു പാഠം പഠിക്കാൻ പോകുന്നതായിരിക്കും. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും അപ്പുറത്ത് മെസ്സേജ് വന്ന് നിൽക്കണി. നിങ്ങൾ എന്ത് ചെയ്യും? ഫോൺ ഓണാക്കുന്നു, പിന്നെ നേരെ പോകുന്ന എങ്ങോട്ടാ? ഇൻസ്റ്റാഗ്രാം ലോകത്തേക്കാണ്. അപ്പോൾ പഠിക്കുന്ന സമയത്ത് ഫോൺ മാറ്റി വെക്കുക. പഠിക്കുന്ന സമയത്ത് നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേഷൻ എങ്ങോട്ടേക്കാവണം? പഠനത്തിലേക്കാവണം. വളരെ ആവശ്യങ്ങൾക്ക് മാത്രം, അത് ഇടയ്ക്ക് ദിവസം മാക്സിമം ഒരു അരമണിക്കൂറൊക്കെ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? ഫോൺ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? മാറ്റുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടാവും, യൂട്യൂബിൽ ക്ലാസ് കാണേണ്ടി വരും, ആ സമയത്ത് നിങ്ങൾക്ക് ഫോൺ ഉപയോഗിക്കാം. പക്ഷേ ഫോണിൻ്റെ ഉപയോഗം ഒരിക്കലും എന്ത് ചെയ്യരുത്? അധികമാകരുത്. നിങ്ങളെ പഠനത്തെ ബാധിക്കാത്ത രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഫോൺ ഉപയോഗിക്കുക. രണ്ടാമതായിട്ട് നിങ്ങളുടെ ചിന്ത നിങ്ങൾ മാറ്റണം. നിങ്ങൾ പലപ്പോഴും ചിന്തിക്കുക എന്താ? ഐ ക്യാൻ ഡു ദിസ്, എന്നെക്കൊണ്ട് പറ്റില്ല, എന്നെക്കൊണ്ട് സാധിക്കില്ല, എനിക്ക് ഫുൾ A+ വാങ്ങാൻ പറ്റില്ല, എനിക്ക് ഫുൾ A+ നേടാൻ പറ്റില്ല, എനിക്ക് 10ാം ക്ലാസ് ടോപ്പർ ആവാൻ പറ്റില്ല. ആ ഒരു തോട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിന് ഒഴിവാക്കണം. ഐ ക്യാൻ എന്നുള്ള ഇത് മാറ്റിയിട്ട് നിങ്ങൾ എന്ത് കൊണ്ടുവരണം? ഐ ക്യാൻ, എന്നെക്കൊണ്ട് പറ്റും, ഞാൻ 10ാം ക്ലാസ്സിൽ ഫുൾ A+ വാങ്ങും, ഞാൻ 10ാം ക്ലാസ്സിൽ ടോപ്പർ ആകും, ഞാൻ ഓണം എക്സാം വന്നാലും ക്രിസ്മസ് എക്സാം വന്നാലും ഞാനായിരിക്കും ടോപ്പർ. അത് എന്നെക്കൊണ്ട് സാധിക്കും, കാരണം ഞാൻ പഠിക്കുന്നുണ്ട്, ഞാൻ പഠിക്കാൻ തയ്യാറാണ്, ഞാൻ കഷ്ടപ്പെടാൻ തയ്യാറാണ്, ഞാൻ എഫേർട്ട് ഇടാൻ തയ്യാറാണ്, എന്നെക്കൊണ്ട് സാധിക്കും, എന്നെക്കൊണ്ട് പറ്റും, എന്നെക്കൊണ്ട് സാധിക്കും എന്നുള്ളൊരു ചിന്ത നിങ്ങളെ മനസ്സിലുണ്ടാക്കി വെക്കുക. അപ്പോൾ ഐ ക്യാൻഡ് എന്നുള്ളത് മാറ്റിയിട്ട് ഐ ക്യാൻ എന്നുള്ളതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? മാറുക. എന്നെക്കൊണ്ട് സാധിക്കില്ല എന്ന് മാറ്റിയിട്ട് എന്നെക്കൊണ്ട് സാധിക്കും, എന്നെക്കൊണ്ട് പറ്റും, ഞാൻ ചെയ്യും എന്നുള്ള ചിന്തയിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? മാറുക. ആ ഒരു തോട്ട് നിങ്ങൾ മനസ്സിൽ കൊണ്ടുവരികയാണെങ്കിൽ, ആ ഒരു ചിന്ത നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ, ആ ഒരു ചിന്തയും തോട്ടുമാണ് നിങ്ങളുടെ മനസ്സിലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് കൂടും, ഓട്ടോമാറ്റിക്കായിട്ട് പഠിക്കാൻ പറ്റും. അപ്പം ഐ ക്യാൻറ്റ്, എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് മാറ്റിയിട്ട് ഐ ക്യാൻ, എന്നെക്കൊണ്ട് പറ്റുമെന്നാക്കട്ടോ. അടുത്തത് ഭയങ്കര ഒരു പ്രശ്നമാണ് മടി. അല്ലെ, പാണ്ടയൊക്കെ പോലെ നമ്മൾ മടി പിടിച്ചിരിക്കും. ഇന്നത്തെ ദിവസം, ഇന്ന് ചൊവ്വാഴ്ച, നല്ല ദിവസമാണല്ലോ, ഇന്ന് പഠിക്കണം, വേണ്ട, നാളെ ബുധനാഴ്ച ആവട്ടെ, വ്യാഴാഴ്ച ആവട്ടെ, വെള്ളിയാഴ്ച ആവട്ടെ, ശനിയാഴ്ച ആവട്ടെ, ഇങ്ങനെ മടി പിടിച്ചിരുന്നാൽ നിങ്ങളെക്കൊണ്ട് എന്തെങ്കിലും സാധിക്കുമോ? അപ്പോൾ നിങ്ങൾ ഒഴിവാക്കേണ്ട ഒരാളാണത് മടിയോട് നിങ്ങൾ എന്ത് ചെയ്യണം? നോ എന്ന് പറയണം. മടിയോട് നിങ്ങൾ എന്ത് പറയണം? നോ എന്ന് പറയണം. മടി പിടിച്ചിരിക്കാൻ പാടില്ല. മടിയോട് നോ പറഞ്ഞ് ഇൻട്രസ്റ്റ് കൂട്ടാൻ ശ്രമിക്കുക. ഈ മടി വരെപ്പോഴാണ് നമുക്ക്? ഇപ്പോൾ നിങ്ങൾ ഇന്ന് സോഷ്യൽ സയൻസ് പഠിക്കാൻ പോവുക, സോഷ്യൽ സയൻസ് ഹിസ്റ്ററി, സോഷ്യൽ സയൻസ് ജോഗ്രഫി, ആ ഒരു മടി നിങ്ങളുടെ മനസ്സിലേക്ക് വരില്ല. അപ്പോൾ മടി നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ ഈ ഒരു ചിന്ത ആലോചിച്ചാൽ മതി. നിങ്ങൾ മടി പിടിച്ച് പഠിക്കാതിരുന്നാൽ നിങ്ങൾക്ക് SSLCയിൽ മികച്ച മാർക്ക് കിട്ടില്ല, SSLCയിൽ ഫുൾ A+ കിട്ടില്ല, +1 വിചാരിച്ച് ആഗ്രഹിച്ച സ്കൂൾ കിട്ടില്ല, നിങ്ങളുടെ ആഗ്രഹങ്ങളൊന്നും സാധീകരിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് മടിയാണ് നിങ്ങളുടെ ഉള്ളിലുള്ളതെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യും? ഭയങ്കരമായിട്ട് ബാധിക്കും. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ തകർത്ത് കളയുന്ന ഒരു പ്രശ്നമാണ് ഇത്. മടി ഒഴിവാക്കുക, എന്നിട്ട് ഇൻട്രസ്റ്റോട് കൂടി, താല്പര്യത്തോടു കൂടി പഠിക്കുക. പിന്നെ നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ ഒരു പ്രശ്നമാണെന്ത്? അൺനെസസറി സ്ലീപ്പ്. നിങ്ങളിപ്പോൾ ഇങ്ങനെ എക്സാം എടുക്കുകയാണെങ്കിൽ ജോഗ്രഫി എടുത്തു, 1ാമത്തെ ചാപ്റ്റർ വെതർ ആൻഡ് ക്ലൈമറ്റ്, കാലാവസ്ഥയും ദിനാന്തരസ്ഥിതി. വാട്ട് ഈസ് വെതർ? എന്താണ് കാലാവസ്ഥ? എന്താണ് ദിനാന്തരസ്ഥിതി? വാട്ട് ഈസ് ക്ലൈമറ്റ്? എന്താണ് കാലാവസ്ഥ? അങ്ങനെ ഉറങ്ങിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളിങ്ങനെ പഠിക്കാനിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ ഉറങ്ങിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ അൺനെസസറി ആയിട്ടുള്ള സ്ലീപ്പ്, നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങൾക്ക് അൺനെസസറി ആയിട്ടുള്ള സ്ലീപ്പ് വരുന്നില്ല, അത് നിങ്ങൾ ഒഴിവാക്കണം. ഈ ഒരു സാധനം ഒഴിവാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് പഠനത്തിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ അൺനെസസറി സ്ലീപ്പിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. യെസ്, എനിക്ക് അൺനെസസറി സ്ലീപ്പ് ഉണ്ട്, എനിക്ക് ഈ ഒരു കാര്യം പഠിക്കാനിരിക്കുമ്പോൾ ഉറക്കം വരുന്ന പ്രശ്നമുണ്ട്, അത് ഒഴിവാക്കാൻ എന്താ ചെയ്യുക? അത് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ ഒരു അൺനെസസറി സ്ലീപ്പ്, നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് കമൻറ്റ്
ബോക്സ് ടൈപ്പ് ചെയ്യാം. പിന്നെ നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ യാതൊരു കാരണവശാലും സിനിമ, വെബ് സീരീസ് അല്ലെങ്കിൽ അനീമ് അങ്ങനെ വേറെ ഒന്നും കാണാതിരിക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യാം, പഠനത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങളെ പഠനത്തിൽ നിന്ന് പിൻവലിക്കുന്ന, നിങ്ങളെ പഠനത്തിൽ നിന്ന് പിന്നോട്ടേക്ക് വലിക്കുന്ന ഒരു സംഭവമാണ് ഈ മൂവീസും വെബ് സീരീസും ഒക്കെ. അപ്പോൾ നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് എസ്പെഷ്യലി എക്സാം ടൈമിലൊന്നും നിങ്ങൾ എന്ത് കാണരുത്, സിനിമ കാണരുത്. അതായത് എക്സാം ടൈമിൽ, അതായത് എക്സാം ഇപ്പോൾ ഓഗസ്റ്റ് 25 ഓണം എക്സാം എന്ന് വിചാരിക്കുക, ഒരു ഓഗസ്റ്റ് 15 മുതൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, സിനിമയോ മൂവീസോ ഒന്നും കാണരുത്. കാരണം നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ അതിലെ സീൻസും അതിലെ സംഭവങ്ങളൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുക, നിങ്ങളുടെ തലയിലേക്ക് വരിക. അപ്പോൾ എക്സാമിനോടനുബന്ധിച്ചിട്ട് നിങ്ങൾ എന്ത് കാണരുത്, സിനിമയോ സീരിയൽ അല്ലെങ്കിൽ വേറെ അനിമോ അല്ലെങ്കിൽ വെബ് സീരീസോ ഒന്നും കാണരുത്. എക്സാം സമയത്ത് ഫുൾ കോൺസെൻട്രേഷൻ ടു സ്റ്റഡി. സിനിമ കാണണമെന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷേ പഠിക്കുന്ന സമയത്തും എക്സാമിന് ടൈമിൽ നിങ്ങൾ എന്ത് കാണരുത്, സിനിമ കാണരുത്. സിനിമ അങ്ങനത്തെ സാധനങ്ങളൊന്നും എന്ത് ചെയ്യരുത്, കാണരുത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ പഠിക്കാൻ തുടങ്ങുകയാണെങ്കിൽ, ഈ രീതിയിൽ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ, ഈ രീതിയിൽ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളെ തേടി ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് തന്നെ വരുന്നുള്ള കാര്യം ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. നിങ്ങൾ എഫേർട്ട് ഇടാൻ തയ്യാറാവുക, നിങ്ങൾ കഷ്ടപ്പെടാൻ തയ്യാറാവുക, ഫോൺ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക, എന്നെക്കൊണ്ട് സാധിക്കുന്നുള്ള കാര്യങ്ങൾ മനസ്സിൽ നിങ്ങൾ ദൃഢപ്രതിജ്ഞ എടുക്കുക, മടി മാറ്റുക. അതേപോലെ തന്നെ അനാവശ്യമായ ഉറക്കം ഒഴിവാക്കുക. ഈ അനാവശ്യമായ ഉറക്കം ഒഴിവാക്കാൻ ഏറ്റവും വലിയ ടെക്നിക്ക് എന്താ അറിയോ, നിങ്ങൾ രാത്രി കറക്റ്റായിട്ട് ഉറങ്ങുക. ഒരു 10 to 6 അല്ലെങ്കിൽ ഒരു 10 to 5:30 ഈ ഒരു സമയം കറക്റ്റായിട്ട് ഉറങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനിരിക്കുന്ന സമയത്തുള്ള ഉറക്കം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഇത്ര അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്തോ. നിങ്ങളുടെ ഫ്രണ്ട്സിൽ ആർക്കൊക്കെ ഈ ഒരു ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടോ അവർക്കൊക്കെ വീഡിയോ അയച്ചു കൊടുക്കുക. ഈ 5 കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് ഞാൻ പറയുന്ന പോലെയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, SSLCയിൽ ഫുൾ A+ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതൽ. അപ്പോൾ ഫോൺ നിങ്ങൾ വൈസായിട്ട് യൂസ് ചെയ്യുക, മടി നിങ്ങൾ ഒഴിവാക്കുക, എന്നെക്കൊണ്ട് പറ്റുന്നുള്ളൊരു ചിന്ത നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. അതേപോലെ തന്നെ അൺനെസസറി ആയിട്ടുള്ള സ്ലീപ്പ് ഒഴിവാക്കുക. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താ, ഡെയിലി 10 to 5:30 അല്ലെങ്കിൽ 10 to 6 എന്നുള്ള സമയം ഉറക്കത്തിനായിട്ട് ചൂസ് ചെയ്യുക. ഈ രീതിയിൽ പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളെ തേടി ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് തന്നെ വരും. അപ്പോൾ ഇത്തരം അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ nafi.edupod എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് മെസ്സേജ് അയച്ചോ. അപ്പോൾ ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.